മുക്കത്തിനെതിരെ ചേർത്ത് നിർത്താൻ ഒരു സുപ്രധാന നീക്കം നടത്തുകയാണ് സർക്കാർ. സംസ്ഥാന മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തെ വഖഫ് ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും CPM നല്ല കാര്യം ചെയ്താൽ അനുകൂലിക്കുമെന്നുമാണ് ഉമർ ഫൈസി പ്രതികരിച്ചത്. ആ വഖഫ് ബോർഡിൽ അംഗമായിക്കൊണ്ട് വഖഫ് സംരക്ഷണ കാര്യങ്ങളിലും ഇന്ന് നടക്കുന്ന വഖഫ് കയ്യേറ്റങ്ങൾക്കെതിരെ മുനമ്പം പോലെയുള്ള സംഗതികളിലൊക്കെ തന്നെ വഖഫ് കയ്യേറ്റങ്ങളും ദുർവിനിയോഗവുമാണ് നടന്നിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മതപരമായിട്ട് അതിൻ്റെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കാനും അത് ഉറക്കെ പറയാനും കിട്ടിയ ഒരു അവസരം എന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷമുള്ളത്. എന്തെങ്കിലും മോശമായ കാര്യം കൊണ്ടുവന്നാൽ എതിർക്കും, നല്ലത് എന്നാൽ അതിനെ പിന്തുണക്കും. അഞ്ഞ് വലതുപക്ഷമാണെങ്കിലും അങ്ങനെ തന്നെ. വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് CPM എന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു മാത്രമല്ലേ, അദ്ദേഹം സഖാബ് എന്നുള്ളതുകൊണ്ട് എന്താ അർത്ഥമാക്കിയിട്ടുള്ളത് നമുക്ക് വ്യക്തതയില്ലല്ലോ. അതിപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ വ്യക്തമാവും. ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ്, ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ, കേരളത്തിൽ. വിശ്വാസികളെ ഒഴിവാക്കിയിട്ട് വർഗീയതക്കെതിരായിട്ട് പൊരുതാൻ സാധിക്കില്ല. AK അഭിലാഷും VS രഞ്ജിത്തുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. VS രഞ്ജിത്ത്, ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവനകൾ അത് എപ്പോഴും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സമസ്തയിലെ ഭിന്നതയ്ക്ക് ഒപ്പം ലീഗുമായുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിവെച്ചിരുന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിലെ പ്രധാന നേതാവെന്ന് കരുതുന്ന ഉമർ ഫൈസി മുക്കത്തിന് ഇത്തരത്തിൽ ഇടത് സർക്കാർ ഒരു പദവി കൊടുക്കുമ്പോൾ അതിൽ ലീഗിന്റെ നിലപാട് എന്താണ് എന്നൊരു ആകാംക്ഷയുണ്ട്. വിനിത, തീർച്ചയായിട്ടും ഇന്നലെ സമസ്തയുടെ വേദിയിൽ വെച്ച് ഉമർ ഫൈസി മുക്കം പറഞ്ഞത് പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ തണലാണ്. ഞാൻ ഒരിക്കലും ഒരു സഖാവായി മാറില്ല, കാരണം ഞാൻ വിശ്വാസിയാണ്. വിശ്വാസിക്ക് സഖാവായി മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് ഉമർ ഫൈസി മുക്കത്തിന്റെ ഒരു ചുവടുമാറ്റമായിട്ടും ലീഗ് വിരുദ്ധ വിഭാഗത്തോട് ഉമർ ഫൈസി അടുക്കുന്നതായിട്ടും പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കുന്നതുമായിട്ടൊക്കെ ഇന്നലെ രാത്രി വിലയിരുത്തപ്പെട്ടിരുന്നു. പക്ഷെ അതിന് ഒരു ദിവസത്തിന്റെ ആയുസ് പോലും ഉണ്ടായില്ല. ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും ഉമർ ഫൈസി മുക്കത്തെ സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡിലേക്ക് മെമ്പറായി നോമിനേറ്റ് ചെയ്തതിന്റെ ഉത്തരവ് പുറത്തു വരികയും ചെയ്തു. ഇതോടുകൂടി ഉമർ ഫൈസി മുക്കം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെയും CPMന്റെയും ഒക്കെ സമസ്തയിലേക്കുള്ളൊരു പാലമായി തന്നെ തുടരും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഈ ലീഗിനെ സംബന്ധിച്ച് ഇതിലൊരു ഭയക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം സമസ്ത EK വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ വളരെ പ്രബലമായിട്ടുള്ള ഒരു സംഘടനയാണ്, ഏറ്റവും വലിയ സംഘടനയുമാണ്. ആ സംഘടനയെ സംബന്ധിച്ച് അത് മുഴുവനായും ലീഗിന് പൂർണ്ണമായിട്ടും ഉള്ള വോട്ട് ബാങ്ക് ആയിരുന്നു. പക്ഷേ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കി ആ വോട്ട് ബാങ്കിൽ ഒരു വിഹിതം നേടാൻ CPM എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അതിനൊരു പാലമായി ഉമർ ഫൈസി മുക്കം വർത്തിക്കുകയും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ ആ തരത്തിലായിരുന്നു. സമസ്തയ്ക്ക് അങ്ങനെ ലീഗിനോട് മാത്രമായി വിധേയത്വമില്ല എന്നും ഫാസിസത്തോട് പോരാടാൻ CPMന് സാധിക്കുമെന്നൊക്കെ ഉമർ ഫൈസി മുക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രസ്താവനകൾക്കൊക്കെ ഉള്ള ഒരു പാരിതോഷികമായി വേണമെങ്കിൽ ഈ ഒരു വഖഫ് ബോർഡ് അംഗത്വത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇനിയും സമാനമായി സമസ്തയ്ക്കുള്ളിൽ അത് ലീഗ് വിരുദ്ധ ചേരിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് CPM കൊടുത്തിരിക്കുന്ന ഈ പാരിതോഷികത്തെ നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നലെ അദ്ദേഹം പറഞ്ഞ വിശ്വാസിക്ക് സഖാവാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ചോദിച്ച ആ ചോദ്യം CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു, ഒരു CPMകാരനാവാൻ, ഒരു സഖാവാൻ വിശ്വാസിക്ക് സാധിക്കില്ലേ എന്നുള്ളത്. എന്നാൽ ഉമർ ഫൈസി മുക്കത്തെ തള്ളാൻ CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പമാണ് CPM എന്നുള്ള മറുപടി മാത്രമാണ്. ഉമർ ഫൈസിയെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മുസ്ലിം സമുദായ സംഘടനയായിട്ടുള്ള EK വിഭാഗം സമസ്തയുടെ ഒരു പങ്ക് വോട്ട് അത് CPM ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു പാലമായി ഉമർ ഫൈസി മുക്കം ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ്. ശരി, അതുതന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നുള്ള നിർണായക നീക്കം എന്ന നിലയ്ക്ക് നമ്മൾ ഇത് കാണുന്നതും അതുകൊണ്ട് തന്നെയാണ്. വഖഫ് ബോർഡിലേക്ക് ഉമർ ഫൈസി മുക്കത്തെ, ലീഗ് വിരുദ്ധ വിഭാഗത്തിലെ പ്രധാനിയായ ഉമർ ഫൈസി മുക്കത്തെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AK അഭിലാഷിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. സമസ്തയിലെ ഭിന്നത മുതലെടുക്കാനുള്ള CPMന്റെ നീക്കമാണോ എന്നതുകൂടി നമുക്ക് പരിശോധിക്കണം. ഏതായാലും ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാടുകൾ, അത് ഇനിയുള്ള നിലപാടുകൾ നിർണായകമാകും. അഭിലാഷ്, CPMന്റെ ഈ നീക്കത്തെ നമ്മൾ എങ്ങനെ കാണണം? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മലബാറിലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കം എന്ന് തന്നെ വിലയിരുത്തണം. ഒപ്പം സമസ്തയിലെ ഭിന്നത അതുകൂടി മുതലെടുക്കാനുള്ള ശ്രമമാണോ?
തീർച്ചയായും എല്ലാ കാലത്തും ആ രീതിയിൽ തന്നെയാണ് CPM-ന്റെ നീക്കങ്ങൾ ഉണ്ടാവാറുള്ളത്. കാരണം മുസ്ലിം ലീഗിനെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്തിയാൽ മാത്രമേ മലബാർ മേഖലയിൽ വലിയ തരത്തിൽ വിജയിച്ച് കയറാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് തന്നെ ഉമർ ഫൈസി മുഖം എല്ലാ കാലത്തും സ്വീകരിക്കുന്ന നിലപാട് ഒരു പക്ഷേ CPM-ന് അനുകൂലമായി വരാറുണ്ട് എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളടക്കം വരുന്ന ആക്ഷേപം. അതിന് സമാനമായുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ചില സംശയങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇന്നലെ കാസർഗോഡ് നടന്ന ചടങ്ങിൽ വെച്ച് പാണക്കാട് കുടുംബത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പറയുകയൊക്കെ ചെയ്ത ഉമർ ഫൈസി ഇന്ന് വഖഫ് ബോർഡിന്റെ അംഗമാക്കുന്ന ആ സമയത്ത് എന്താണ് ഇക്കാര്യത്തിൽ CPM ലക്ഷ്യം വെക്കുന്നത് വളരെ വ്യക്തവുമാണ്. ഏതായാലും ഇന്നലെ സഖാവാൻ താനില്ല എന്ന് പറഞ്ഞിട്ട് ഉമർ ഫൈസി മുഖം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് CPM എന്നുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസമായി കാണേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശയമായി കാണേണ്ടതില്ല ഇടതുപക്ഷത്തെ മൊത്തമായി എന്ന് പറയുകയും ചെയ്യുന്നു. അതായത് ഇപ്പോഴും അദ്ദേഹം ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് CPM-നെ സഹായിക്കും, ഇടതുപക്ഷത്തെ സഹായിക്കും എന്ന് തന്നെയാണ് അവർ കരുതുകയും ചെയ്തത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഏതാണ്ട് 3 മാസം മാത്രം അകലെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ നിലയിലുള്ള നിലപാട് സ്വീകരിക്കുന്നതൊക്കെ. അതേസമയത്ത് മുസ്ലിം ലീഗും ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ്. കാരണം നേരത്തെ ഉമർ ഫൈസി മുഖം നടത്തിയിരിക്കുന്ന പല പ്രസ്താവനകളും ലീഗ് ശക്തമായി എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോഴും ഈ ഘട്ടത്തിൽ പാണക്കാട് തങ്ങൾക്ക് അനുകൂലമായി പറയുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ വഖഫ് ബോർഡ് അംഗമാകുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ശരി, ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിർണായക നീക്കങ്ങൾ തന്നെയാണ് ഇതെന്ന് നമ്മൾ വിലയിരുത്താം. ഉമർ ഫൈസി മുക്കത്തെ വഖഫ് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്നതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത്. സമസ്തയിലെ ലീഗ് വിരുദ്ധരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് കൂടിയാണ്. AK അഭിലാഷും VS രഞ്ജിത്തുമാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് തിരിച്ചെത്തണം ഒരു ചെറിയ ഇടവേള.